ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. വളരെ വിശേഷതയേറിയ പഠന പരമ്പരയാണ് റോമർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള പഠനങ്ങൾ. 106-ാമത്തെ അവതരണത്തിലാണ്. തീർച്ചയായും ദീർഘമേറിയൊരു പഠന പരമ്പര തന്നെയാണ്. കാരണം പുതിയ നിയമത്തിലെ വളരെ ഈടുറ്റ ഗഹനമായ അടിസ്ഥാനമായ പ്രമാണങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പുസ്തകമായതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ മുകളിലൂടെ നമുക്ക് പറന്നു പോകാൻ പറ്റില്ല. വളരെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ഉറപ്പിക്കപ്പെടേണ്ട വിഷയങ്ങൾ പലതുണ്ട്. അതുകൊണ്ടാണ് വളരെ വിശദമായി തന്നെ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. നാം ഇപ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. ഈ 106-ാമത്തെ പഠനം റോമാലേഖനത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് കരുതപ്പെടുന്നൊരു വേദഭാഗത്തിൻ്റെ ചിന്തകളിലാണ്, അതിലേക്കുള്ള പഠനത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വേദഭാഗം. ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ ദൈവം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ്. പല പഠനങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് തന്നെ നമുക്ക് വേണ്ടി വരും, അത്രയ്ക്കും കഠിനമായതുകൊണ്ട്. ആദ്യം ഈ പുസ്തകം എന്ത് പഠിപ്പിക്കുന്നത്, ഈ വേദഭാഗം എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ അവതരണത്തിൽ നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചു, എന്തല്ല ഈ വേദഭാഗത്തിൽ പഠിപ്പിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം അവതരിപ്പിച്ചത്. കാരണം ഈ വേദഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അനേക ദുരുപദേശങ്ങൾ ലോകത്തിലുണ്ട്. അനേകം മതസംവിധാനങ്ങൾ ഈ വേദഭാഗത്തെ തെറ്റായി ചിത്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വേദഭാഗം എന്തല്ല പഠിപ്പിക്കുന്നത്, ഈ വേദഭാഗം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല ഭൂമിയിൽ മനുഷ്യർ, ആദാമിന് ശേഷം ജനിച്ചു വീണ മനുഷ്യർ ആദാമിൻ്റെ അപരാധം കുറ്റവും പേറിക്കൊണ്ടാണ് ജനിച്ചു വീഴുന്നത്. അതായത് ആദാമിൻ്റെ കുറ്റത്തിനും പാപത്തിനും അപരാധത്തിനും സകല മനുഷ്യരും ഉത്തരവാദികളാണ്. അവരിലേക്ക് അത് പടർന്നു വരുന്നു. ആദാമിൻ്റെ പാപം സകല മനുഷ്യരിലും പരക്കുന്നു എന്നുള്ളതായ ഒരു ചിന്ത പലരിലുണ്ട്. അതൊരിക്കലും വചനം പറയുന്നില്ല, ഈ വേദഭാഗം പഠിപ്പിക്കുന്നില്ല. നമ്മൾ ആദാമിൻ്റെ പാപത്തിന് കുറ്റക്കാരല്ല. ആദാം ചെയ്ത ലംഘനത്തിന് നാം അല്ല കുറ്റക്കാരായി മാറുന്നത്. അതിൻ്റെ പേരിൽ നാം ശിക്ഷിക്കപ്പെടില്ല. അത് വളരെ വ്യക്തമാണ്. ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് ആദിപാപം അഥവാ ജന്മപാപം അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള വൈകല്യം, അത് പരിപൂർണമായ പാരമ്പര്യ വൈകല്യം, മനുഷ്യരെല്ലാം സകല കുഞ്ഞുങ്ങളും സകല ശിശുക്കളും വൈകല്യമായത്തോടുകൂടി ആത്മീകമായി കഴിവില്ലാത്തവരായി, പ്രാപ്തിയില്ലാത്തവരായി, ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റബോധം പേറിക്കൊണ്ട് ജീവിക്കുന്നവരാണ്, ജനിച്ചവരാണ് എന്ന ധാരണയിലാണ്. ബൈബിളിൽ ഈ വിഷയം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ദൈവം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു തത്വം ബൈബിൾ പഠിക്കുമ്പോൾ നാം പാലിക്കേണ്ട ഒരു അടിസ്ഥാന തത്വം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അജ്ഞാതമായത് അവ്യക്തമായിരിക്കുന്ന വേദഭാഗങ്ങളുണ്ട്. നിഗൂഢ ഭാഷകളിൽ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന പോലെ, വെളിപാട് പുസ്തകം, സക്രിയ പുസ്തകം, ദാനിയേൽ തുടങ്ങിയ പല പുസ്തകങ്ങൾ പോലെ അവ്യക്തമായ വേദഭാഗങ്ങൾ. റോമലേഖനം 5-ന്റെ 12 മുതൽ 21 വരെ ഇങ്ങനെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ ലളിതമായി, നേരിട്ട്, വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളെ ഖണ്ഡിക്കരുത്. ബൈബിളിൽ നേരിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുള്ള പല ഉപദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ ദൈവം വ്യക്തമായി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശിശുക്കൾ നിർമ്മലരാണ്, വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്. ക്രിസ്തു പറഞ്ഞ് അവരെ എൻ്റെ അടുക്കൽ വിടുവിൻ. ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ദൈവം വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ ആദാമിൻ്റെ പാപത്താൽ മലിനപ്പെട്ട കളങ്കപ്പെട്ട അവസ്ഥയിലല്ല ഒരു ശിശു ജനിക്കുന്നത്. ശിശുക്കൾ നിർമ്മലരാണ്, നിഷ്കളങ്കരാണ്. മാത്രമല്ല വചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യം, ഓരോ വ്യക്തികളും അവരുടെ തെറ്റിനാണ് ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ തെറ്റിന്, എൻ്റെ പാപത്തിനാണ് ഞാൻ ഉത്തരവാദിയാകുന്നത്. എൻ്റെ ചുറ്റുമുള്ള ആരുടെയും, എൻ്റെ മാതാപിതാക്കളുടെ ഉൾപ്പെടെ എൻ്റെ കുടുംബത്തിലെ മറ്റാരുടെയും പാപത്തിന് ഞാൻ കുറ്റക്കാരനല്ല. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ പാപമാകട്ടെ, ആദാമിൻ്റെ പാപമാകട്ടെ, ഞാനതിന് കുറ്റക്കാരനാകില്ല. അവർ ചെയ്ത പാപത്തിന് എന്നെ ജയിലിൽ അടക്കില്ല. ഞാൻ അതിനു വേണ്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ വേറൊരു കാര്യം കാണുകയുണ്ടായി. 2 വാക്കുകൾ പരിചയപ്പെടണം. ഒന്ന് അപരാധം അഥവാ കുറ്റം, 2 ഭവിഷ്യത്ത്. ഭവിഷ്യത്ത് എന്ന വിഷയം വളരെ പ്രധാനമാണ്. പലരും ആ വാക്ക് തെറ്റിദ്ധരിക്കാറുണ്ട്. നാം ആദാമിൻ്റെ കുറ്റം, അപരാധം പേറുന്നില്ല, ആദാം ചെയ്ത പാപത്തിന് നാം ശിക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ ആദാം ചെയ്ത പാപത്തിലൂടെ വളരെയധികം ഭവിഷ്യത്ത് നിറഞ്ഞൊരു അന്തരീക്ഷമുണ്ടായി. ആദാമിൻ്റെ പാപത്തിൻ്റെ ഭവിഷ്യത്തുകൾ പലതാണ് ഈ ലോകത്തിൽ. കാരണം ആദാം തുറന്നിട്ട വാതിൽ ദൂരവ്യാപകമായ അനന്തരഫലങ്ങൾ,
ഗുരുതരമായ ഭവിഷ്യത്തുകൾ പലതും ഭൂമിയിൽ മനുഷ്യൻ്റെ നടുവിൽ വരുവാൻ കാരണമായി. അത് ആദാമിൻ്റെ പാപത്താൽ തുറക്കപ്പെട്ടതാണ്. ആദാമിൻ്റെ പാപത്തിൻ്റെ ആദ്യ ഫലം തന്നെയാണ് ആത്മീക മരണം, പിന്നെ ശാരീരിക മരണം, തുടർന്ന് നിത്യമരണം, കഷ്ടത നിറഞ്ഞ ജീവിതം, വിയർപ്പൊഴുക്കിക്കൊണ്ടുള്ള അധ്വാനം. സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവം നേരത്തെ ഈ പദ്ധതിയാണെങ്കിലും വേദനയോടുകൂടി പ്രസവിക്കുക, സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുക, രോഗങ്ങൾ പലതും, ഭൂമി തന്നെ ശപിക്കപ്പെട്ട അവസ്ഥയിലെത്തി, തരം താഴ്ന്ന അവസ്ഥ, പരസ്പരം കയീൻ ഹാബേലിനെ കൊല്ലുന്ന തരത്തിൽ കൊലപാതകങ്ങളുണ്ടായി, കണ്ണുനീരുകൾ, രക്തച്ചൊരിച്ചിലുകൾ, യുദ്ധക്കളങ്ങൾ ഒരുക്കപ്പെട്ടു, ദുഷ്ടാത്മസേനയുടെ ആവിർഭാവമുണ്ടായി. ആദാം തുറന്നിട്ട വാതിലൂടെ അതെല്ലാം ഭൂമിയിലേക്ക് പ്രവേശിച്ചു, മനുഷ്യജീവിതം ദുസ്സഹമാക്കി, സകല ദുഷ്ടതയും നിറഞ്ഞു, ശാപം ഭൂമിയിൽ നിരന്നു, സൃഷ്ടികളിൽ പോലും അതിൻ്റെ ഭവിഷ്യത്തുണ്ടായി, പ്രകൃതിക്ഷോഭങ്ങൾ ഉടലെടുക്കാൻ കാരണം. ഇതൊക്കെ ഭവിഷ്യത്തുകളുടെ കൂട്ടത്തിൽ വരും. ഉൽപ്പത്തി പുസ്തകം വായിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ആദാം ഹവ്വയും ദൈവത്തോട് മത്സരിച്ച് അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ല പിന്നീട്. ഭൂമി മുഴുവൻ ശാപം പേറി, മരണം സംഭവിച്ച്, കണ്ണുനീര് വീഴാൻ തുടങ്ങി, രക്തമൊഴുകാൻ തുടങ്ങി, ദുഷ്ടത, കലാപങ്ങൾ, അഴിമതി, അക്രമങ്ങൾ, മനുഷ്യ ശരീരത്തിൽ വന്ന മാറ്റം, എല്ലാ തരത്തിലും ഭവിഷ്യത്തുകളുണ്ടായി. അതിന് സംശയമില്ല. അത് തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. പാപത്തിൻ്റെ അപരാധം, അത് കുറ്റം പേറുന്ന അവസ്ഥയും ഭവിഷ്യത്തുകളും തമ്മിൽ രണ്ടാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 15 പിശാച് വളരെ വ്യക്തമായി ഈ മരണമെന്ന വലിയ ആ കോലുപയോഗിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തി നിർത്തി, മരണഭയത്തിൽ അടിമകളാക്കി വെച്ച് എബ്രായലേഖനം 2-ാം അധ്യായം. അപ്പോൾ നീണ്ട വർഷങ്ങളിൽ പൈശാചികൻ മനുഷ്യകുലത്തെ അടിക്കുവാൻ, ശിക്ഷിക്കുവാൻ ഉപയോഗിച്ച ഒരു ആയുധമാണ് ഈ മരണമെന്നുള്ളത്. തൻ്റെ ഹിതം നിറവേറ്റ മരണഭയം നൽകി മനുഷ്യന്, മരിക്കുമെന്ന ഭയം നൽകിക്കൊണ്ട് മനുഷ്യരെ കൊണ്ട് സാത്താൻ തൻ്റെ ഹിതം നടപ്പാക്കി. മരിക്കുമെന്ന് പേടിച്ച് പലരും സാത്താൻ്റെ പിന്നാലെ പോയി. ദൈവത്തിന് സ്തോത്രം തീർച്ചയായും നമ്മൾ നൽകേണ്ടതുണ്ട്. കാരണം ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സാത്താൻ്റെ ഈ തലയെ തകർത്തു, മരണഭീതിയിൽ നിന്ന് മനുഷ്യരെ വിടുവിച്ചു. കർത്താവ് യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിലൂടെ സാത്താൻ മനുഷ്യരെ ഉപയോഗിച്ച വലിയ കോല് മരണഭയം, അതിൽ നിന്ന് ദൈവം മനുഷ്യനെ വിടുവിച്ചു. കർത്താവ് യേശുവിൻ്റെ ക്രൂശാരോഹണം, ഉയർത്തെഴുന്നേൽപ്പ്. ഭൗതിക മരണമെന്നുള്ളത് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അത് വെറും ഒരു വലിയ സമ്മാനപ്പൊതിയുടെ പുറംചട്ട മാത്രമാണ്. ആദാമും ഹവ്വയും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന, അവർ കൈപിടിച്ച് കൊണ്ടുവന്ന, വാതിൽ തുറന്നു കൊണ്ടുവന്ന ആത്മീക മരണം വലിയ ഒരു നാശത്തിൻ്റെ ആരംഭമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഇവരെ എല്ലാവരെയും തൻ്റെ മുമ്പിൽ വിളിച്ചു വരുത്തും. ആദാമിനെയും ഹവ്വയെയും പിശാചിനെയും അവരോട് ദൈവം വിസ്തരിക്കും. 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദൈവം അവരോട് പറഞ്ഞത്, സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ 17-19 വരെ മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്ത ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. നമുക്ക് എന്തുമാത്രം ഭവിഷ്യത്തുകളാണ് ഭൂമിയിൽ വന്നത്. അടിസ്ഥാനമായി ഭൂമി ശപിക്കപ്പെട്ടു. ദൈവത്തോട് ചേർന്ന് കൂട്ടായ്മയിൽ തേജസ്സിൽ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ച് അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായി ഭൂമി ശപിക്കപ്പെട്ടു. സകല സൃഷ്ടികളും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 നമ്മൾ വായിക്കുമ്പോൾ ഭൂമി മുഴുവൻ, പ്രകൃതി മുഴുവൻ ഈ ശാപം അനുഭവിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോടിയിരിക്കുന്ന അറിയുന്നുവല്ലോ. സകല സൃഷ്ടിയും ഒരു ഞരക്കത്തിലാണ്. അതിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ദൈവപുത്രന്മാരുടെ വെളിപാട്, കർത്താവ് യേശുവിൻ്റെ മടങ്ങിവരവിൽ സംഭവിക്കുന്നവരെ ഒരു അടിമത്തത്തിൽ സൃഷ്ടി മുഴുവൻ ശപിക്കപ്പെട്ട നിലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എവിടെയെല്ലാം ഏതെല്ലാം ആശുപത്രിയിൽ സ്ത്രീകൾ നിലവിളിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ
അത് ഭവനത്തിലായാലും ഓരോ സമയത്ത് വേദനയോടെ പ്രസവിക്കുമ്പോൾ ഓരോ കർഷകനും വിയർപ്പൊഴുക്കി അധ്വാനിക്കുകയും അത് പല വിധത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യുകയും ഓരോ കള പറിച്ചു മാറ്റുമ്പോഴും ഓരോ മനുഷ്യരും അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ആഹാരം സമ്പാദിക്കുമ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ആഞ്ഞടിക്കുമ്പോഴും ദൈവം പാപത്തിൻ്റെ ദീർഘമായ നീണ്ടു നിൽക്കുന്ന ഭവിഷ്യത്ത് മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭൂമുഖത്ത് മനുഷ്യൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവനെ നിരന്തരമായി അവരോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ കണ്ണുനീര്? എന്തുകൊണ്ട് ഈ മരണം? എന്തുകൊണ്ട് ഈ പ്രകൃതിക്ഷോഭം? എന്തുകൊണ്ട് ഈ നാശം? എന്തുകൊണ്ട് ഈ രോഗം? എന്തുകൊണ്ട് നിലവിളി? മനുഷ്യനെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ വിളിച്ചു വരുത്തിയ പാപം, അതിൻ്റെ ഭവിഷ്യത്ത്, മാരകമായ പാപത്താൽ രോഗബാധിതമായൊരു ലോകമാണ്. പാപനിമിത്തം തകർന്നടിഞ്ഞൊരു ലോകമാണ്. ദൈവനെ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല ആദാമിൻ്റെ പാപത്തിന് നാം കുറ്റക്കാരാകും, കണക്ക് പറയണം. ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല ആദാമിൻ്റെ പാപത്തിന് നാം കുറ്റക്കാരാകില്ല. ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റം പരമ്പരയായിട്ട് പകർന്നു പോയില്ല. പക്ഷേ ഓരോ ദിവസവും ആദാമിൻ്റെ പാപത്തിൻ്റെ ഭവിഷ്യത്തുകൾ, അനന്തരഫലം നാം ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഈ വിഷയം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ വിഷയം, അതായത് ആദിപാപം, ജന്മപാപം, പരമ്പരാഗതമായിട്ടുള്ള വൈകല്യം എന്നുള്ള വിഷയത്തിന് ഇന്ന് അല്പം മയം വരുത്തിയിട്ടുണ്ട്. ജനിക്കുന്ന ശിശുക്കളെല്ലാം ആദാമിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ജനിക്കുന്നുവെന്ന ചിന്തയ്ക്ക് അല്പം മാറ്റം വരുത്തി. ജനിക്കുന്ന ശിശുക്കളൊക്കെ കളങ്കപ്പെട്ടവരാണ്, വൈകല്യമുള്ളവരാണ്, മലിനപ്പെട്ടവരാണെന്ന ചിന്താഗതിക്ക് വേറൊരു മുഖം മൂടി എടുത്തിട്ടു. ഇന്ന് പലപ്പോഴും പറയുന്നത് ഈ ഒരു പരമ്പരാഗതമായ വൈകല്യത്തോടു കൂടി ജനിക്കുന്ന ശിശുക്കൾ, അതായത് ഹെറിഡിറ്ററി, പാരമ്പര്യം, ഡിപ്രേവിറ്റി, വൈകല്യം, ആ ഒരു ചിന്തയ്ക്ക് അല്പം മയപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി സ്വാദിഷ്ടമായ നിലയിൽ അതിനെ ഒന്ന് വെള്ളം ചേർത്ത് മയപ്പെടുത്തി. ഇന്ന് പല പണ്ഡിതന്മാരും ബൈബിൾ വ്യാഖ്യാതാക്കന്മാരും തെറ്റായിട്ടാണ് ഒരു ബൈബിൾ വ്യാഖ്യാനിക്കുന്നതെങ്കിൽ പോലും അവരിന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ ഒരു പാപത്തോടുള്ള അഭിരുചി, പാപത്തോടുള്ള ഒരു മനോഭാവത്തോടു കൂടി ജനിച്ചു വീഴുകയാണ്. ഒരു ചായ്വ് പാപത്തോടുണ്ട്, പാപത്തോട് വളഞ്ഞ ഒരു മനസ്സുണ്ട്. ഈ തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്. മറ്റൊരു രൂപത്തിൽ പറയുന്നതേ ഉള്ളൂ. പഴയ വീഞ്ഞ് തന്നെയാണ് മറ്റൊരു പാത്രത്തിലെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പാപത്തോടൊരു ചായ്വുണ്ട്. ഒരു പാപപ്രകൃതി സകല കുഞ്ഞുങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് കൊച്ചുകുഞ്ഞ് മറ്റു കുട്ടിയുടെ കളിപ്പാട്ട തട്ടിപ്പറിക്കുന്നത്. കൊച്ചുകുഞ്ഞ് പലപ്പോഴും അപ്പൻ്റെ അമ്മയുടെ മുഖത്തടിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവരിത് വാദിക്കുന്നത്. ശിശുവിൽ ഒരു പാപപ്രകൃതി ഉണ്ട് എന്ന ചിന്താഗതി. അതുകൊണ്ടാണ് മുതിർന്നിട്ടും ഈ കുട്ടി പാപം ചെയ്യുന്നത്. പാപപ്രകൃതി ശിശുക്കളിലുണ്ട് എന്ന ധാരണ. ചിലർ അതിനുകൂടെ അല്പം കൂടി മുന്നോട്ട് പോയിട്ട് പറയും പാപം ചെയ്യാതിരിക്കാൻ മനുഷ്യന് പറ്റില്ല. കാരണം പാപപ്രകൃതി മനുഷ്യനുള്ളത് കൊണ്ട് അവന് പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് വരെ പറയും. കാരണം അവനിൽ പാപപ്രകൃതി ആദാമിലൂടെ പകർന്നു കിട്ടിയ പാപപ്രകൃതി. ഇപ്പം 51 സങ്കീർത്തന വാക്യങ്ങൾ അവർ ഉപയോഗിക്കും. അതിൻ്റെ പശ്ചാത്തലം പോലും മനസ്സിലാക്കാതെ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇപ്പോൾ പാപപ്രകൃതി മനുഷ്യനുണ്ടെന്ന് അറിയണം. ഉദാഹരണത്തിന് ഈ യവന ഭാഷയിൽ ജഡം എന്നുള്ളൊരു ഉപയോഗിച്ച യവന ഭാഷ ചില ബൈബിളിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഈ ഒരു അർത്ഥത്തോടുകൂടി പരിഭാഷപ്പെടും. ഉദാഹരണത്തിന് റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ആ ജഡം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ നോക്കുമ്പോഴും ജഡത്തെ എല്ലാം ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തെ രീതി നിവൃത്തിയാകേണ്ടത് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിൽ. ഇപ്പോൾ ജഡമെന്ന വാക്കിൻ്റെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് ജഡത്തിൽ നന്മ വസിക്കുന്നില്ല, എന്നിൽ പാപത്തോടൊരു ചായ്വുണ്ട്, ജനിച്ചപ്പോൾ തന്നെ എന്നിലതുണ്ട് എന്ന ധാരണയാണ്. അതൊരിക്കലും വചനപ്രകാരം ശരിയായ കാഴ്ചപ്പാടല്ല. പാപപ്രകൃതിയോടുകൂടിയല്ല ഒരു മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. മനുഷ്യൻ ദുഷ്ടരായും അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് മത്സരിക്കുന്നതിൻ്റെ കാരണം അവരിൽ ഈ പാപപ്രകൃതി ഉള്ളത് കൊണ്ടല്ല. ഇങ്ങനെ ഒരു സിദ്ധാന്തം പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പുതിയ രൂപത്തിലാണെങ്കിൽ പോലും
നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അവ്യക്തമായൊരു വേദഭാഗം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ഖണ്ഡിക്കരുത്. ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞു, ശിശുക്കളെക്കുറിച്ച് പറഞ്ഞു, നിർമ്മലരാണ്, നിഷ്കളങ്കരാണെന്ന് പറഞ്ഞു. അപ്പം അതിനെ ഖണ്ഡിക്കുകയാണ്. പാപപ്രകൃതിയോടെയാണ് ശിശു ജനിക്കുമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ വ്യക്തമായി പറയുന്ന പല വിഷയങ്ങളെ ഇത് ഖണ്ഡിക്കുകയാണ്. പാപപ്രകൃതിയോടെയാണ് മനുഷ്യൻ ജനിച്ചതെന്ന് പറയുമ്പോൾ മാത്രമല്ല, അത് സ്വതന്ത്രമായി മനുഷ്യന് വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന വചനത്തെയും അത് ലംഘിക്കുകയാണ്. പാപപ്രകൃതിയോടുകൂടിയാണ് ജനിച്ചെങ്കിൽ പിന്നെ തീരുമാനം എടുക്കാൻ കഴിവില്ല. പാപം ചെയ്തേ പറ്റൂ. പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ തന്നെ പാപത്തിൻ്റെ ചായ്വ് എനിക്കുണ്ട് എന്ന് പറഞ്ഞാണ് സ്ഥാപിക്കുന്നതെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം എവിടെ? എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് എവിടെ? അപ്പം അതും ലംഘിക്കുകയാണ് വചനത്തെ. ആദാമിന് എവിടുന്ന് പാപപ്രകൃതി കിട്ടി? ആദാം പാപം ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നോ ഈ പ്രകൃതി? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ വരുന്നത്? ആദാമിൽ ഈ പാപപ്രകൃതി ആരാ വെച്ചത്? ദൈവം വെച്ചു എന്ന് വരും. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവം തന്നെ അവൻ്റെ മൂക്കിലൂടെ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത ആദാം, അവൻ ഈ പാപപ്രകൃതി ജന്മനാ ഉണ്ടെങ്കിൽ അതവിടെ വെച്ചത് ആരാണത്? ദൈവമെന്ന് വരും. അപ്പോൾ ആദാമിൻ്റെ പാപത്തിന് കാരണം ആരാണ്? ദൈവമാണ്. അത് വചനവിരുദ്ധമാണ്. ആദാമിന് പാപപ്രകൃതിയൊന്നുമില്ല. ഒരു ശിശുവിനും പാപപ്രകൃതിയില്ല. ശിശു ജനിക്കുമ്പോൾ പാപപ്രകൃതിയോടുകയാണെങ്കിൽ ദൈവം അത് വെച്ചതായിട്ട് വരും. ദൈവം കാരണക്കാരനായിട്ട് വരും. ദൈവമല്ല ആദാമിൻ്റെ പാപത്തിന് കാരണക്കാരൻ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ വിളിച്ചു വരുത്തി വിസ്തരിക്കുമ്പോൾ, നീ എനിക്ക് കൂട്ടി തുണായി തന്ന സ്ത്രീ എന്നോട് എനിക്കിത് പറിച്ചു തന്നു, ഞാൻ തിന്നു. ദൈവം എന്തിനാണ് വിസ്തരിച്ചത്? ദൈവം അവർക്ക് ആ പ്രകൃതി വെച്ചതെങ്കിൽ, അവർക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയില്ലെങ്കിൽ, പാപമില്ലാത്തൊരു സാഹചര്യത്തിൽ എന്തിനവരെ വെച്ചു? ആദാമിന് താൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രകൃതിയൊന്നുമില്ല. ആദാമിൻ്റെ മനഃപൂർവ്വമായ തീരുമാനമാണ് ഇപ്രകാരം പെരുമാറുവാൻ. അപ്പം അത് ആദാം സമ്പാദിച്ചെടുത്ത സ്വഭാവമല്ല എന്ന് ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കും ചിലർ. ആദാം സമ്പാദിച്ചെടുത്ത സ്വഭാവമാണ്. അങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് പകരില്ല. ഇപ്പം ഞാനൊരു അപകടത്തിൽപ്പെട്ട് എൻ്റെ ഒരു വലം കൈ മുറിഞ്ഞു പോയി. അത് എനിക്ക് സംഭവിച്ചൊരവസ്ഥയാണ്. എൻ്റെ വലം കൈ നഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ മക്കൾക്ക് വലം കൈ നഷ്ടപ്പെട്ടവരായിട്ടല്ല ജനിക്കുന്നത്. ഇപ്പോൾ ആദാം സമ്പാദിച്ചെടുത്തൊരു സ്വഭാവമാണ് പാപത്തോടുള്ള ചായ്വ്, താല്പര്യമെങ്കിൽ ആദാമിൻ്റെ ശേഷം മക്കൾക്കത് ഉണ്ടാവില്ല. അത് ആദാമിൻ്റെ മാത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള വാദഗതികൾക്ക് ഒരു വിലയുമില്ല. ആദാം പാപം ചെയ്തത് പാപപ്രകൃതി ഉണ്ടായതുകൊണ്ടല്ല. നാം പാപം ചെയ്യുന്നത് നമ്മളും ജനിച്ചപ്പോൾ പാപപ്രകൃതി, അതായത് പാപത്തോടുള്ള ചായ്വ്. എത്ര ശ്രമിച്ചാലും പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പാപത്തോടുള്ള ചായ്വ്, ഈ ഒരു അവസ്ഥയോടുകൂടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെ വന്നാൽ ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് അറിയാതെ. നാം പിന്നെ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു? ആദാം എന്തുകൊണ്ട് പാപം ചെയ്തു? അപ്പം ഈ മനുഷ്യ സ്വഭാവത്തിൻ്റെ എല്ലാ നിഗൂഢതകളും എല്ലാ മർമ്മങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അടിസ്ഥാന സത്യങ്ങളുടെ ബലത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്, ഏകദേശം 6 കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു? എന്തുകൊണ്ട് ആദാം പാപം ചെയ്തു? ജന്മന ആദാമിന് ആ പ്രകൃതി ഉള്ളതുകൊണ്ടല്ല. 6 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. 2 കാര്യങ്ങൾ മാത്രം ഇന്നൊന്ന് പരാമർശിക്കുക. ഒന്ന്, ആദാമിൻ്റെ പ്രാണൻ. അപ്പം നമുക്കറിയാം മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്. ദേഹി അതാണ് പ്രാണൻ. ആദാമിൻ്റെ പ്രാണൻ ദൈവം സൃഷ്ടിച്ചപ്പോൾ വിശുദ്ധവും നിർമ്മലവും പരിശുദ്ധവുമാണ്. അല്പം കളങ്കം, ഒരു തുള്ളി കളങ്കം ഇട്ടുകൊണ്ടല്ല സൃഷ്ടിച്ചത്. പാപത്തിൻ്റെ ഒരു ചായ്വും കൂടെ ചേർത്തല്ല സൃഷ്ടിച്ചത്. അല്പം ഒരു അഴുക്കും കൂടെ ചേർത്ത് വെച്ചല്ല സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ആദാം, ആദ്യ മനുഷ്യൻ, നിഷ്കളങ്കനാണ്, നിർമ്മലനാണ്, വിശുദ്ധനാണ്. നമ്മുടെ ജീവിതവും നമ്മയും ദൈവം സൃഷ്ടിച്ചത് അപ്രകാരം തന്നെയാണ്. ഓരോ ശിശുവും അപ്രകാരം തന്നെയാണ് ജനിച്ചു വീഴുന്നത്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം, പഴയമത്തിലെ അവസാന പുസ്തകം, മാലാഖിക്ക് തൊട്ട് മുമ്പുള്ള സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം. സക്കറിയ 12:1 ഇങ്ങനെ കാണാം. പ്രവാചകം: ഇസ്രയേലിനെക്കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും. ശ്രദ്ധിക്കുകയും പറയാൻ പോകുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നിർമ്മിച്ചത് യഹോവയാണ്. യഹോവ പരമപരിശുദ്ധനാണ്. യഹോവ നിർമ്മലനാണ്, വിശുദ്ധനാണ്.
യഹോവയുടെ സന്നിധിയിൽ പറന്നു കിടക്കുന്ന കെരൂബുകൾക്ക് പോലും, അവിടെ സ്വർഗത്തിൽ പറക്കുന്ന കെരൂബുകൾക്ക് പോലും യഹോവയുടെ മുഖം കാണാൻ പറ്റില്ല. അവരെ മറച്ചു പിടിക്കുകയാണ്. അത്രയ്ക്കും വിശുദ്ധനാണ്. ആ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ നിർമ്മിച്ചത്. പാപപ്രകൃതിയോടുകൂടിയല്ല, പാപത്തിൻ്റെ ചായ്വോടുകൂടിയല്ല. സഭാപ്രസംഗി എന്ന പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ജ്ഞാനിയായ സഭാപ്രസംഗി ഇപ്രകാരം പറയും. സഭാപ്രസംഗി 12:7, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവമാണ് മനുഷ്യനുള്ളിൽ അത് വെച്ചത്. അത് വിശുദ്ധമാണ്, നിർമ്മലമാണ്. നമ്മൾ 6 കാര്യങ്ങൾ പഠിക്കുമ്പോൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. എനിക്കറിയാം തീർച്ചയായും ചില ചോദ്യങ്ങളുണ്ടാകും. പിന്നെ എന്തുകൊണ്ട് പാപം ചെയ്യുന്നു, പാപം എങ്ങനെ സംഭവിക്കുന്നു? രണ്ടാമത് പഠിക്കേണ്ട മറ്റൊരു അടിസ്ഥാന സത്യം, ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് സ്വതന്ത്ര ഇച്ഛാശക്തി, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവോട് കൂടിയാണ്. ആദാമിനെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള അവകാശമുണ്ട്. നമുക്കും അതേപോലെയുള്ള അവകാശത്തോടു കൂടിയാണ്, കഴിവോടു കൂടിയാണ്, പ്രാപ്തിയോടു കൂടിയാണ്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. വരിഞ്ഞു മുറുക്കി കുതിരയുടെ 2 വശത്തും ബ്ലിങ്കേഴ്സ് എന്ന് പറയും. കുതിര വശത്തേക്ക് നോക്കാതിരിക്കാൻ കുതിര ഓടിക്കുന്ന മനുഷ്യൻ കുതിര 2 വശത്തും ഈ ബ്ലിങ്കേഴ്സ് 2 തുകല് കൊണ്ടുള്ള 2 കഷ്ണം കെട്ടിവെക്കും. കുതിര നേരെ മാത്രമേ നോക്കൂ. അങ്ങനെ മനുഷ്യനെ ദൈവം നിയന്ത്രിച്ച് വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിട്ടില്ല. അവന് ദൈവത്തെ അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാം, പങ്കെടുക്കാതിരിക്കാം, ദൈവത്തെ ആരാധിക്കാൻ കൂടി വരാതിരിക്കാം, വരാം, എല്ലാം അവന് തീരുമാനിക്കാം. പക്ഷേ എല്ലാ തീരുമാനങ്ങളും അവസാനം ന്യായവിസ്താരത്തിൽ വരും. ആവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിൽ വേദഭാഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വേദഭാഗത്തിൽ ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ ഈ 15 മുതൽ 20 വരെ. ഇതാ, ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവൻ്റെ വഴികളിൽ നടപ്പാനും അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. കാരണം അനുസരിച്ചാലുള്ള അനുഗ്രഹത്തെ പറഞ്ഞു കൊടുത്തു. ഇത് നിർബന്ധിക്കുന്നില്ല, അവൻ്റെ തീരുമാനത്തിലേക്ക് കൈ കടത്തുന്നില്ല. പക്ഷെ അവൻ്റെ മുമ്പിൽ ജീവനും ഗുണവും മരണവും ദോഷവും, എന്നിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങളും പറഞ്ഞു കൊടുത്തു. 17-ാം വാക്യം, എന്നാൽ നീ അനുസരിക്കാതെ നിൻ്റെ ഹൃദയം മറിയുകയും നീ വശീകരിക്കപ്പെട്ട അന്യദൈവങ്ങളെ സംസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം നാശവും കാണിച്ചു കൊടുത്തു. അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും കാണിച്ചു കൊടുത്തു. അനുസരിച്ചാൽ ഉണ്ടാകുന്ന നന്മ കാണിച്ചു കൊടുത്തു. ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 19, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെ ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിൻ്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ദൈവം ഒരു ഉപദേശം കൂടെ കൊടുത്തു, വഴി കാണിച്ചു കൊടുത്തു. 2 മുമ്പിൽ വെച്ചു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും മരണവും ദോഷവും എല്ലാം മുമ്പിൽ വെച്ച് 2ൻ്റെ ഗുണങ്ങളും ഗുണഗണങ്ങളും ഭവിഷ്യത്തുകളും പറഞ്ഞു. നിങ്ങളിനി തീരുമാനിക്കുക. ദൈവം ഒരു ഉപദേശം കൂടെ കൊടുത്തു, ജീവനെ തിരഞ്ഞെടുത്ത് കൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകും. അതാണ് നല്ലത്. അതിലപ്പുറം ഇനി എന്ത് ചെയ്യും ദൈവം? പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തത്, നമ്മൾ ബൈബിൾ വായനയില്ല, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ആരാധനയില്ല, ദൈവമില്ല. ഭവിഷ്യത്തുകൾ നാം തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. ദൈവം നമുക്ക് വ്യക്തമായ സ്വാതന്ത്ര്യം തന്നു, സ്വതന്ത്രമായി തീരുമാനങ്ങൾക്കുള്ള പ്രാപ്തി തന്നു, മുമ്പിൽ വഴി തന്നു, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തന്നു. നാം പക്ഷേ തീരുമാനമെടുത്തത് യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, അവൻ രാജാവായി ഞങ്ങളുടെ മേൽ വാഴുവാൻ ഞങ്ങൾക്ക് സമ്മതമല്ല, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, അവനെ കൊന്നുകളക. നമ്മുടെ തീരുമാനം അതാണ്. ഞങ്ങൾക്ക് ബറബാസിനെ മതി, ജീവൻ എടുത്തു കളയുന്നവനെ മതി. ഇവിടെ ഞങ്ങളുടെ സ്വഭാവം ചേരുന്നത് ബറബാസുമായിട്ടാണ്. ബൈബിള് എന്ത് ബൈബിൾ, എന്ത് വചനം,
മനുഷ്യരെഴുതി ഉണ്ടാക്കിയ പുസ്തകം. ഇത് സത്യമല്ല. എല്ലാ തരത്തിലും ഈ ആക്രമണം പുസ്തകത്തിന് നേരെ, വചനത്തിന് നേരെ, ദൈവത്തിന് നേരെ, രക്ഷകരായ ക്രിസ്തു നേരെ സംഭവിക്കുമ്പോൾ അതൊന്ന് പ്രതിരോധിക്കാൻ, അതൊന്ന് എതിർക്കാൻ, അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള എല്ലാ ആഗ്രഹവും താല്പര്യവും നഷ്ടപ്പെട്ട മനുഷ്യൻ, ശപിക്കപ്പെട്ട ഭൂമി. പാപപ്രകൃതിയോടുകൂടിയൊന്നുമല്ല നാം സൃഷ്ടിക്കപ്പെട്ടത്. നിർമ്മലരും നിഷ്കളങ്കരും. ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ വെച്ചത്. തുടരാം. അടുത്ത 4 അടിസ്ഥാന സത്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഈ കേൾക്കുന്ന, അറിയുന്ന, പഠിക്കുന്ന വിഷയങ്ങൾ ഹൃദയത്തെ സംഗ്രഹിക്കുക. വഴിതെറ്റി കിടക്കുന്ന വലിയ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സത്യമറിയുന്നവർ ആ വെളിച്ചം അവർക്കും കൂടെ കാണിച്ചു കൊടുക്കുക. ഇരുട്ടുന്ന ചിലരെ വലിച്ചെടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ദൈവം സഹായിക്കും. തുടരാം അടുത്ത ദിവസം. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പ്രാർത്ഥനയ്ക്കും വചനപഠനത്തിനുള്ള താല്പര്യത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.